നിങ്ങളുടെ നാളെയിൽ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് 2025 മാർച്ച് മാസം 12-ാം തീയതി, അതായത് 1200 കുംഭമാസം 28-ാം തീയതി ബുധനാഴ്ചത്തെ ശുഭാശുഭ ഫലങ്ങളാകുന്നു. നാളെ ബുധനാഴ്ച ഒരു നല്ല വിശേഷമുള്ള ദിവസമാണ്. നാളെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭദ്രകാളി ക്ഷേത്രമായ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ മകം തൊഴൽ എന്ന വഴിപാടുള്ള ദിവസമാണ്. നാളെ തൃശ്ശൂരിൽ സൂര്യോദയം കാലത്ത് 6:37 അസ്തമയം വൈകിട്ട് 6:32 നാളത്തെ ബുധനാഴ്ചത്തെ രാഹുകാലം 12 മണി മുതൽ 1:30 മണി വരെയുള്ള സമയമാകുന്നു. നാളത്തെ തിഥിയും ശക്തമായ ത്രയോദശി തിഥിയാകുന്നു. കാലത്ത് 7:30 വരെ ത്രയോദശി തിഥിയാണ്. അത് കഴിഞ്ഞാൽ ചതുർദശിയാണ്. വെളുത്തപക്ഷത്തിലെ തന്നെ പൗർണമിക്ക് തലേ ദിവസമുള്ള ചതുർദശി തിഥി രിക്താതിഥിയാണ്, ഒഴിഞ്ഞ തിഥിയാണ്. ചതുർത്ഥി 4, നവമി 9, ചതുർദശി 14. ഈ തിഥികൾ നാം ശുഭകാര്യങ്ങൾക്കൊന്നും തന്നെ പ്രത്യേകിച്ച് സാമ്പത്തികമായ ഇടപാടുകൾക്ക് സ്വീകരിക്കാറില്ല. എന്തുകൊണ്ടാണ്? കാരണം തിഥി സമ്പത്തിനെ സൂചിപ്പിക്കുന്നു. ഭൂരിസ്ത്രീ വിഭവ തിഥി ശ്രവണത. തിഥി ശ്രവിക്കുന്നത് സമ്പത്തിൻ്റെ പൂർണ്ണതയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോഴിവിടെ തിഥി ദുർബലമായാൽ സാമ്പത്തികമായ വിഷയങ്ങൾക്ക് നാളത്തെ ദിനം നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ വാങ്ങൽ കൊടുക്കൽ കർമ്മങ്ങൾക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. അനുകൂലമല്ല. പക്ഷേ നാളത്തെ നക്ഷത്രം നല്ലതാണ്. ബുധനാഴ്ച ശുഭദിനമാണ്. നാൽക്കാലികളും ഗർഭിണികളും സ്ത്രീകളും യാത്ര ചെയ്യാൻ ബുധനാഴ്ച നാം സ്വീകരിക്കാറില്ല തന്നെ. മകനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക 6 മണിക്കൂറാണ് വളരെ ദോഷം. അത് ഗണ്ടാന്ത നക്ഷത്രമാകുന്നു. അശ്വതി മകം മൂലത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക. നമ്മൾക്ക് മറ്റൊരു മാർഗമില്ലെങ്കിൽ ആദ്യത്തെ 3:45 നാഴിക എല്ലാ ശുഭകാര്യങ്ങളിൽ നിന്നും നാം വർജിക്കണം. ഗണ്ടാന്തമാണ്. പക്ഷേ നാളെ മകം അവസാനത്തെ സമയമാണ്, ദോഷമൊന്നുമില്ല. നാളെ നിങ്ങൾക്ക് എല്ലാ ശുഭകാര്യങ്ങൾക്കും കാലത്ത് 9:30 മുതൽ 10:40 വരെയുള്ള സമയം, 1 മണിക്കൂർ സമയം വളരെ അനുകൂലമാണ്. മകൻ നക്ഷത്രത്തിൽ നമുക്ക് വ്യാഴത്തിൻ്റെ കാലഹോരയാണ്. അതിനാൽ ചില ദോഷങ്ങളൊക്കെ തന്നെ വ്യാഴത്തിൻ്റെ കാലഹോരയിൽ ചെയ്യുമ്പോൾ സാമ്പത്തികമായ വിഷയത്തിലൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഞാൻ സൂചിപ്പിച്ചു. അതിന് പരിഹാരമായി 9:30 മുതൽ 10:40 വരെയുള്ള സമയം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ശുഭകാര്യങ്ങൾക്കായി വിനിയോഗിക്കാം. നാളത്തെ പ്രാർത്ഥന ഞാൻ പറഞ്ഞു, ചോറ്റാനിക്കര മകമാണ്. ഭദ്രകാളി ക്ഷേത്രത്തിൽ എന്ത് വഴിപാടുകൾ ചെയ്യുന്നത് വളരെ ഗുണമാണ്. അതിനുമപ്പുറം മകം നാഗദേവതകളുമായി ബന്ധപ്പെട്ട കേതുവിൻ്റെ നക്ഷത്രമാകുന്നു. അശ്വതി മകം മൂലം. നാഗക്ഷേത്രത്തിൽ സർപ്പക്ഷേത്രങ്ങളിൽ നിങ്ങൾക്ക് ആയില്യപൂജ, സർപ്പബലി അല്ലെങ്കിൽ നൂറുംപാലും മഞ്ഞൾ പ്രസാദമായി ഒക്കെ വഴിപാടുകൾ സമർപ്പിക്കാവുന്നതാണ്. നവഗ്രഹത്തിലാണെങ്കിൽ രാഹുകേതു അർച്ചന ചെയ്യുന്നത് വളരെ ശുഭകരമാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു ശോഭനമായ ചോറ്റാനിക്കര മകം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.